പ്രാർത്ഥനയ്ക്ക് തുല്യമായോ പകരമായോ മറ്റൊന്നുമില്ല. പ്രാർത്ഥനയ്ക്ക് തുല്യം പ്രാർത്ഥന മാത്രമാണ്. നമ്മളുടെ ദൈവം പ്രാർത്ഥന കേൾക്കുകയും പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലിന് ഉത്തരം നൽകുകയും ചെയ്യുന്ന ദൈവമാണ്. യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം 14-ാം വാക്യം, നിങ്ങളിൽ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ, അവർ കർത്താവിൻ്റെ നാമത്തിൽ അവനോട് എണ്ണ പൂശി അവനു വേണ്ടി പ്രാർത്ഥിക്കട്ടെ. അതെ, ദൈവസന്നിധിയിൽ നിന്ന് സൗഖ്യം പ്രാപിക്കുവാൻ നാം എന്താണ് ചെയ്യേണ്ടുന്നത്? ഒന്നാമതായി നാം കർത്താവിൻ്റെ നാമം ധരിച്ചുകൊണ്ട് ദൈവത്തിൽ ആഴമായി വിശ്വസിക്കുക. രണ്ടാമതായി ഭയമോ അധൈര്യമോ കൂടാതെ ധൈര്യത്തോടെ കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക. സൗഖ്യമാക്കുവാൻ ദൈവത്തിന് കഴിയും എന്ന് നാം പൂർണ്ണമായി വിശ്വസിക്കുക. അതെ, നമ്മളിൽ പകരപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി രോഗികളെ സൗഖ്യമാക്കുവാൻ പര്യാപ്തമായ ഒന്നാണ്. യേശു പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തതിലും അധികം ചെയ്യും. അബ്രഹാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അബീമലേക്കിനെയും അവൻ്റെ ഭാര്യയെയും ദാസിദാസന്മാരെയും ദൈവം സൗഖ്യമാക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 20-ാം അധ്യായം 17-18 വാക്യങ്ങൾ. യോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം 10-ാം വാക്യം, യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ അവരെ സൗഖ്യപ്പെടുത്തുകയും അവരുടെ സ്ഥിതിക്ക് മാറ്റം വരുത്തുകയും ചെയ്തു. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 7-ാം വാക്യം, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നതെന്തെങ്കിലും അപേക്ഷിച്ചാൽ അത് നിങ്ങൾക്ക് കിട്ടും. അതെ, ദൈവസന്നിധിയിൽ വിശ്വസിച്ചുകൊണ്ട് ധൈര്യത്തോടെ നമ്മളുടെ ജീവിത സാഹചര്യങ്ങളിൽ ഉയർന്നു വരുന്ന പ്രശ്നങ്ങളെ നോക്കി ധൈര്യത്തോടെ പ്രാർത്ഥിക്കുവാനും ദൈവസന്നിധിയിൽ അടുത്തു ചെല്ലുവാനും കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അതിശയങ്ങളും വലിയ അടയാളങ്ങളും ദൈവത്തിന് ചെയ്യുവാൻ കഴിയും. അതുകൊണ്ട് ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ദൈവത്തിന് അത്ഭുതങ്ങളും വൻകാര്യങ്ങളും നമ്മളിൽ ചെയ്യുവാൻ കഴിയുമെന്ന് ആഴമായി വിശ്വസിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.